സുഹൃത്തുക്കളെ, നമ്മുടെ പി വിക്ക് ഇതെന്തു പറ്റി എന്നുള്ളതാണ്. പി വി അഥവാ പിണറായി വിജയൻ. പിണറായി വിജയനെ പി വി എന്നൊക്കെ നമ്മുടെ മാസക്കടത്ത് സംഭവത്തെ തുടർന്ന് പലരും അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇനി പി ആർ വിജയൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ചർച്ചകളും പോസ്റ്റുകളും ഒക്കെ കാണുമ്പോൾ തോന്നുന്നത്. എല്ലാ ഏജൻസികൾക്കും മുകളിൽ, നമ്മൾ അന്വേഷണ ഏജൻസികളെ കുറിച്ചാണല്ലോ പറയുന്നത്, ഒരു ഏജൻസി ഉണ്ട് എന്ന് പറയുന്ന നിലയിലേക്ക് പോലും പല ഇടത് സഹയാത്രികർ പോലും എത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ പി വിയെ നിയന്ത്രിക്കുന്നത് പി ആർ ആണോ, പി ആർ ഏജൻസി ആണോ എന്ന സംശയമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും എടുത്തു പറയാനുള്ളത്, ആകെ ന്യായീകരിച്ച് കുളമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാ മലപ്പുറം വിരുദ്ധ പരാമർശം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷങ്ങൾ എല്ലാവരും നടത്തുന്നതിനിടെ അതിലൊരു തിരുത്തുമായി, ന്യായീകരണ ക്യാപ്സ്യൂളുമായി നിങ്ങളിങ്ങനെ, അതായത് ഈ മലപ്പുറം പരാമർശം നടത്തുമ്പോൾ സഖാക്കളൊക്കെ ചെയ്തത് ശരിയല്ലേ, മലപ്പുറത്ത് അത്രയും കേസുണ്ട്, അതിനെക്കുറിച്ച് പറയാതിരിക്കണോ എന്നൊക്കെയായിരുന്നു ആളുകൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഇത് ഉച്ച കഴിയുന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജ് ഹിന്ദു എഡിറ്റർക്ക് മെസ്സേജ് അയക്കുകയാണ്, കത്തയക്കുകയാണ്. ഞങ്ങൾ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. അതിന് മറുപടിയായി ഹിന്ദു ഗംഭീരമായൊരു സത്യസന്ധമായൊരു വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറക്കി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഡൽഹിയിൽ മുഖ്യമന്ത്രിയുള്ളപ്പോൾ ഒരു ഏജൻസിയാണ്, പി ആർ ഏജൻസിയാണ് ഞങ്ങളെ സമീപിക്കുകയും മുഖ്യമന്ത്രിയുടെ അഭിമുഖം അത് സെറ്റ് ചെയ്ത് തരാം എന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നു, മുഖ്യമന്ത്രിയുടെ അഭിമുഖം എടുക്കുന്നു. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് ശേഷം ഈ പി ആർ ഏജൻസി തന്നെ ഒന്ന് രണ്ട് വാചകങ്ങൾ പറയുന്നു. ഇതുകൂടി ചേർത്ത് പറയണം, അത് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞില്ലെങ്കിലും വാർത്താ സമ്മേളനത്തിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മലപ്പുറത്തെ രാജ്യവിരുദ്ധ പരാമർശം കൂടി ചേർക്കുന്നു. എന്തായാലും ഗംഭീരമായ അല്ലേ. അത് ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രം, ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിളായി ആളുകൾ അവതരിപ്പിക്കുന്ന ഒരു ദിനപത്രമാണ്. പക്ഷേ സമീപകാലത്ത് അതിന് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നൊക്കെയാണ് ആളുകൾ അതിനെ കളിയാക്കി വിളിക്കുന്നത്. എന്തൊക്കെ തന്നെയാണെങ്കിലും എല്ലാ മാധ്യമവും ധർമ്മവും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതായത് എന്തെങ്കിലും ഊഹങ്ങൾ മറ്റൊന്നും വാർത്തയാക്കാത്ത ഹിന്ദു ഇങ്ങനൊരു പി ആർ ഏജൻസി പറഞ്ഞ രണ്ട് വാചകങ്ങളെടുത്ത് വാർത്തയാക്കി എന്നുള്ളതാണ് ഹിന്ദുവിൻ്റെ കുറ്റസമ്മതം. ഞങ്ങൾ തെറ്റുപറ്റിപ്പോയി, മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹിന്ദു നിലവിളിക്കുന്നതും സത്യസന്ധതയും കാണിക്കുന്നതിനിടയിൽ വീണ്ടും പെട്ടുപോയത്, ഹിന്ദുവാണ് തെറ്റ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സഹാക്കൾ തുള്ളുമ്പോഴാണ് പി ആർ ഏജൻസി വഴിയാണ് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിണറായി വിജയൻ പി വി വിജയനല്ല, പി ആർ വിജയനാണ് എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതൊക്കെ തമാശ അല്ല, ഇതിനപ്പുറത്തേക്ക് കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് യെച്ചൂരി അനുസ്മരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് തൊട്ട് തലേ ദിവസം ഹിന്ദുവിൻ്റെ റാം, അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ കൂടിയാണ്, അദ്ദേഹം ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ ഒപ്പം വേദി പങ്കിട്ടതാണ്. ഹിന്ദുവിന് അങ്ങനെ ഒരു ലേഖനം വരണം എന്നുണ്ടെങ്കിൽ, ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു ലേഖനം ഓപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയാം. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്തു വന്നതായിരിക്കാം ഈ ലേഖനം എന്നാണ് എല്ലാവരും കരുതിയതെന്നാണ് ഇപ്പോൾ പല മാധ്യമപ്രവർത്തകരും, ഡൽഹി ബേസ്ഡ് മാധ്യമപ്രവർത്തകരൊക്കെയും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഏജൻസി ഇതിനിടയിലുണ്ട് എന്നുള്ളത് പിന്നെയാണ് ഈ ഹിന്ദുവിൻ്റെ വാർത്താക്കുറിപ്പോടെയാണ് മനസ്സിലാക്കിയത് എന്നും അവർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഈ പി ആർ ഏജൻസി വഴിയാണോ, എന്തിനാണ് ഇങ്ങനൊരു വാർത്താ സമ്മേളനം ഇങ്ങനൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ പി ആർ ഡി വഴി തന്നെ സമീപിക്കാം. പി ആർ ഡി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ വിഭാഗം, സർക്കാരിൻ്റെ പി ആർ വർക്കുകൾ ചെയ്യേണ്ട വിഭാഗമാണ് ഫലത്തിൽ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിന് ഡൽഹിയിൽ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെ വെച്ചിട്ടുണ്ട്. അവർ തന്നെ ഏതെങ്കിലും ഡൽഹിയിലെ, ഇപ്പോൾ ഈ ഹിന്ദുവിലെ തന്നെ എത്രയെത്ര ആളുകളുമായി ബന്ധമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ മുഖ്യമന്ത്രിയുടെ സെറ്റ് ചെയ്തു തരാം എന്ന് പറയാം. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ടെന്ന് പോലും പറയണ്ട, അങ്ങനെ അവർ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യാവുന്നുള്ളൂ. പക്ഷേ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളൊക്കെ പി ആർ ഏജൻസിയാണോ തീരുമാനിക്കേണ്ടത്? എന്തിനാണ് ഇത്ര വളഞ്ഞൊരു പണി? ആകെ ദുരൂഹമാണ് സുഹൃത്തുക്കളെ, ആകെ ദുരൂഹമാണ്. പിന്നെ മാത്രവുമല്ല, നോക്കൂ, ഒരു പി ആർ ഏജൻസി പറയുന്ന വാചകങ്ങൾ ഹിന്ദു എഴുതി ചേർത്തു എന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെയുള്ള ഹിന്ദുവിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള തറപ്പണി ഹിന്ദു ചെയ്യുമെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഹിന്ദു നേരത്തെ പലരും പറയുന്ന പോലെ ഇംഗ്ലീഷ് ദേശാഭിമാനിയാണ് എന്ന് പറയുന്ന പോലെ ഹിന്ദുവിനും മുഖ്യമന്ത്രിക്കും ഇടയിൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം പോലും ഈ വാർത്താക്കുറിപ്പിലൂടെ ഫലത്തിലുണ്ടാകുകയാണ്. കാരണം
ഇതിൻ്റെ ഒന്നും യഥാർത്ഥത്തിൽ ആവശ്യമില്ലല്ലോ. കാരണം മുഖ്യമന്ത്രി ന്യായീകരിക്കാൻ വേണ്ടി ഇങ്ങനെ ഏജൻസി പറഞ്ഞതാണ്. ഇപ്പോൾ വേറെ ആരുടെയും തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞതാണെങ്കിൽ പോലും ആരുടെയും തലയിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ഇനി രണ്ടാമത് മറ്റൊന്നുണ്ട്. ഈ ഏജൻസിയെ മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും വിശ്വസിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കണ്ടേ, ഈ വരുന്ന ഏജൻസിയെ. അപ്പോൾ അവരെങ്ങനെയാണ് മുഖ്യമന്ത്രിയുമായി ഇടപെടുന്നത്? രണ്ട്, ഏജൻസിയോട് പറയുകയാണ് ഇതാ ഏജൻസി അങ്ങനെ കയറി ഇടപെട്ട് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു അതുകൂടി ചേർക്കൂ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഏജൻസിക്ക് എന്തോ ഒരു ദുരൂഹതയുണ്ട്. ഇനി രണ്ട്, അതല്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ ഇത് വരരുത് എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഏജൻസി വഴി ഇങ്ങനെ ചില വാചകങ്ങൾ കുത്തിക്കയറ്റാൻ ശ്രമിക്കുക. അപ്പോൾ മുഖ്യമന്ത്രിയുടെ റെക്കോർഡായിരിക്കും ഈ ജേർണലിസ്റ്റിൻ്റെ കയ്യിൽ ഉണ്ടാകുക. അപ്പോൾ ആ ജേർണലിസ്റ്റ് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഈ പത്രങ്ങളാണെങ്കിൽ പോലും, ഇപ്പോൾ ടെലിവിഷനാണെങ്കിൽ വീഡിയോ റെക്കോർഡിംഗ് ആണ്, പത്രങ്ങളാണെങ്കിൽ ചെയ്യുക ഇത്തരം ചില വോയിസ് റെക്കോർഡിംഗ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അപ്പോൾ പക്ഷേ ഇത്തരം റെക്കോർഡഡ് അല്ലാതായി പറയുന്ന കാര്യങ്ങൾ ഇനി മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും അവർ അങ്ങനെ ചേർക്കുന്ന ഒരു പത്രമാധ്യമം അല്ല എന്നാണ് ഹിന്ദുവിനെ കുറിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന ഇമേജ്. എല്ലാ ഇമേജും തകർന്നു പോയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇങ്ങനെ മറ്റൊരു ഏജൻസിയെക്കുറിച്ച് ഇനി കൊണ്ട് മുഖ്യമന്ത്രി പറയിപ്പിച്ചതാണെങ്കിൽ അവിടെയും നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ, അതായത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യണം. തങ്ങൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ വല്ലാതെ കെട്ടിപ്പിടിച്ചുള്ള മതന്യൂനപക്ഷ കാർഡിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ CPM കേരളത്തിൽ ഗുണമാകില്ല എന്ന് കണ്ടിട്ട് പിന്നെ അൻവറിനെയും ഇതേ ചാപ്പയടിച്ച് തീർത്ത് കളയാം എന്നുള്ള തന്ത്രം. ഇപ്പോൾ അൻവറിനെ കുറിച്ച് പാലൊളി മുഹമ്മദ് കുട്ടിയെ പോലെ വളരെ ഏറെക്കാലം ഒരുപക്ഷെ സംഘടനാ പ്രവർത്തനത്തിൽ നിന്ന് ഒരുപക്ഷെ മാറി നിൽക്കുന്ന ഒരു നേതാവിനെ പോലും വിളിച്ചു കൊണ്ടുവന്നിരുത്തി വാർത്താ സമ്മേളനം നടത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഗതികേടാണ് CPMനുള്ളത് എന്നുള്ളതാണ്. പാലൊളിയെ കൊണ്ട് എന്തിനാണ് പാലൊളിയൊക്കെ ഇറക്കുന്നത്? അല്ലാതെ തന്നെ CPM നേതാക്കൾ വിശദീകരിച്ചാൽ പോലെ. അതിനും SDPയെയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് ചാപ്പയടിച്ച് കില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ RSS ബന്ധം ആരോപിച്ചാണ് കേരളത്തിൽ മിക്കവാറും ഏതാണ്ട് എല്ലാ നേതാക്കളെയൊക്കെ തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. കാരണം RSSമായി ആരെങ്കിലും സംസാരിച്ചാൽ അത് അതിഭീകരമായ പ്രശ്നമാണ് എന്ന് പൊതുസമൂഹത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ കില്ല് ചെയ്യുക, അവരുടെ പൊളിറ്റിക്കൽ കരിയർ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് RSSമായി ബന്ധം എന്നൊരു സൈഡിൽ കൂടെ പറയുന്നു, VD സതീശൻ പരമേശ്വരൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് ഇപ്പുറത്തൂടെ VD സതീശൻ മറുപടി പറയുന്നു, അപ്പുറത്ത് VS അച്യുതാനന്ദൻ. അങ്ങനെ കേരളത്തിൻ്റെ ഒരു പൊതു ടൂളാണ് ഈ RSSും സംഘപരിവാറും BJP ഒക്കെ. അതൊക്കെ ഈ സാധാരണക്കാരായ സാധാരണ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ അടിമുടി ദുരൂഹമാണ്. കാര്യങ്ങൾ ആരെ വിശ്വസിക്കും എന്നറിയാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, നിഷ്കളങ്കമായി ഏജൻസി ഒറ്റയടിക്ക് ഇങ്ങനൊരു കാര്യത്തിലേക്ക് പോകുമെന്ന് ഒരു തരത്തിലും കരുതാൻ വയ്യ. മുഖ്യമന്ത്രി ഇതുവരെ വിശദീകരിച്ചതുപോലെ ഇത് പറഞ്ഞാൽ ആളുകൾക്ക് വിശ്വാസമാകാനുള്ള ഒരു സാധ്യതയുമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇതിന് പിന്നിലെന്ത്? അത് കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.